നാം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഓടുന്നവരാണ്. ഈ തിരക്കിനിടയിലും നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ സമയം ചെലവഴിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പല സമയങ്ങളിലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനോ ഒന്ന് ആസ്വദിച്ച് സംസാരിക്കാൻ പോലും നമുക്ക് കഴിയാറില്ല. പുറമെ നല്ല സന്തോഷത്തിൽ കാണുന്ന ആളുകളുടെയും അകത്തളങ്ങളിൽ വിഷാദവും ഉത്കണ്ഠയും അതുപോലെയുള്ള പല പ്രയാസങ്ങൾ കൊണ്ടും കരയുന്ന ഒരു ഇന്നർ അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ പെട്ടെന്നൊരു ഡോക്ടറെ സമീപിക്കും. എന്നാൽ മനസ്സിനൊരു പ്രയാസം വന്നാൽ അത് ശരിയായിക്കോളും എന്നുള്ളൊരു കൺസെപ്റ്റിൽ പലപ്പോഴും മാറ്റി വെക്കാറാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ ഈ പ്രവണത മാറേണ്ട സമയമായിരിക്കുന്നു. മാനസികാരോഗ്യമെന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ്. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ലിസണിങ് കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ഗഫൂർ സാറാണ്. സ്വാഗതം. നമ്മൾ പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? മെൻ്റൽ ഹെൽത്തിൻ്റെ ഡെഫിനേഷനൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് വിശാലമായിട്ട് പറയേണ്ടി വരും. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമുക്കുള്ള കഴിവ് വെച്ചിട്ട്, നമുക്കുള്ള മാനസികമായ ഫാക്കൽറ്റീസൊക്കെ വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവ് എന്നുള്ള, ചെയ്യേണ്ടത് ചെയ്യാനുള്ള കഴിവും ചെയ്യേണ്ടാത്തത് ചെയ്യാതിരിക്കാനുള്ള കഴിവുമാണ് മാനസികാരോഗ്യം. ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പറ്റണം, ചെയ്യേണ്ടാത്തതൊന്നും ചെയ്യുകയും ചെയ്യരുത്. ഉദാഹരണത്തിന് ചെയ്യേണ്ടത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്യേണ്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലഹരി അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ചെയ്യരുതാത്തത്, ഇപ്പം ജോലിക്ക് വരുന്ന ആളാണെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ലീവ് എടുക്കേണ്ടാത്തതാണ്, അയാളത് എടുക്കാണ്ടിരിക്കണം എന്നുള്ളതൊക്കെയാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളൊരു 4 കൺസെപ്റ്റാണ്: കോപ്പ്, ഫങ്ഷൻ, കണക്റ്റ്, ത്രൈവ്. അതിൽ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്: കണക്റ്റ്, ഫങ്ഷൻ, കോപ്പ്, ത്രൈവ് എന്നുള്ള രീതിയിൽ. കണക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമുക്ക് നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, അതുപോലെ ഫങ്ഷൻ ചെയ്യാനുള്ളത്, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ വെൽബീയിങ് അനുഭവിച്ചുകൊണ്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. കോപ്പ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിരന്തരമായ സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് അതൊന്നും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇപ്പോൾ ജോലിയുടേതാണെങ്കിൽ ജോലിയുടേത്, അക്കാഡമിക്സിൻ്റേതാണെങ്കിൽ അക്കാഡമിക്സിൻ്റേത്, ഏതൊരു മേഖലയിലാണെങ്കിൽ ആ മേഖലയിലൊക്കെ നമുക്ക് എന്താണെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ കോപ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഇതിനപ്പുറത്തേക്ക് നമുക്ക് ത്രൈവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ഈ 4 കപ്പാസിറ്റിയാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഡെഫിനേഷൻ ബേസിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വേണ്ടത് ചെയ്യാനും വേണ്ടാത്തത് ചെയ്യാതിരിക്കാനും. ഇപ്പോൾ ഓവർ തിങ്കിങ് വേണ്ടാത്തതാണ്, എന്നാൽ തിങ്കിങ് ആവശ്യമാണ്. അപ്പോൾ വേണ്ടത് തിങ്ക് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യണം, ഓവർ തിങ്കിങ് എന്നുള്ളത് വേണ്ടാത്തതാണ്, അത് ഒഴിവാക്കുകയും ചെയ്യണം. അതിനൊരു കപ്പാസിറ്റിയാണ് സിമ്പിളായിട്ട് മെൻ്റൽ ഹെൽത്ത്. നമുക്ക് പലപ്പോഴും സങ്കടം വരാറുണ്ട്. എന്നാൽ പല ആളുകളും സങ്കടം വരുമ്പോഴേക്കും ഇത് ഡിപ്രഷനാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ശരിക്കും ഈ സങ്കടത്തെയും, അതായത് ഒരു സാഡ്നെസ്സിനെയും ഡിപ്രഷനെയും എങ്ങനെയാണ് മാറ്റി ചിന്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുക? യെസ്, ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാരീരിക രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ വേഗം കാണാൻ പോകുന്നു. നമുക്ക് അവിടെ ഈ ഡിഫറൻഷിയേഷൻ കുറച്ചും കൂടി ഈസിയാണ്. അസഹനീയമായ വേദന വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് സാധാരണ ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ വേഗം ഡോക്ടറെ കാണാൻ പോകും. പിന്നെ വേദനയാണല്ലോ, അവിടെ നമുക്ക് വേദന ഇല്ലാത്തതും വേദന ഉള്ളതും ഇങ്ങനെ കാറ്റഗറിക്കലി ഡിഫൈൻ ചെയ്യാൻ ഈസിയാണ്. പക്ഷെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പലതും, ഇപ്പോൾ സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്നതാണെങ്കിൽ അത് നോർമലാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് നമുക്ക് വിഷാദം എന്ന് പറയുമ്പോഴത്തേക്ക് സാഡ്നെസ് ഈസ് ഈക്വൽ ടു ഡിപ്രഷൻ എന്നുള്ളത് തെറ്റായ രീതിയാണ്. ഒരാൾ 2 ദിവസത്തേക്ക് എന്തൊരു കാര്യത്തിന് വിഷമം വന്നപ്പോഴത്തേക്ക് ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്ന് ലേബൽ ചെയ്യുക, അതിപ്പോൾ ഈ ഓവർ യൂസ് വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയും അതൊരു ഫാഷനായി മാറിയിട്ടുണ്ടെന്നൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാൽ പോലും ചില ആളുകളൊക്കെ അതിങ്ങനെ വെറുതെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, ഡിപ്രഷൻ ഒരു ക്ലിനിക്കൽ ടേമാണ്. അതൊരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ DSMലും WHO ICDയിലൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. കുറേ നാൾ കൂടിയിട്ട് ഒരാൾ പഴയ പോലെ ജീവിത കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുക, എപ്പോഴും സങ്കടം വന്നുകൊണ്ടിരിക്കുക, ജീവിതം മടുത്തു എന്ന് തോന്നുക, അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലേക്ക് ഭക്ഷണത്തോട് ചിലപ്പം
താല്പര്യം കൂടുതലാവാം, ചിലപ്പോൾ കുറയുകയും ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മുടെ നിരന്തര ജീവിതത്തെ അത് ബാധിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഡിപ്രഷൻ എന്നുള്ള ഒരു ക്ലിനിക്കൽ ടേമിലേക്കൊക്കെ ഉപയോഗിക്കേണ്ടതുള്ളൂ. അതല്ലാത്തതൊക്കെ നമുക്ക് വന്നിട്ടുള്ള സങ്കടം എന്നുള്ളതിലേക്കൊക്കെ, അതായത് സങ്കടത്തെ നമ്മളുടെ ഒരു ജീവിതത്തെ ബാധിക്കുക, നമ്മുടെ ലൈഫിനെ തെറ്റിക്കുന്ന ഒരു ഫംഗ്ഷനെ ബാധിക്കുമ്പോൾ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഫംഗ്ഷൻ, ആ ഒരു സാധനത്തിന് അത് ആ കാര്യങ്ങൾ നമുക്കൊരു അടിസ്ഥാന ക്രൈറ്റീരിയ ആയിട്ട് വെക്കാം. നമ്മൾ കണക്ട് ചെയ്യുന്നതിന് നമുക്ക് ആളുകളിലേക്കൊന്നും പോകാൻ ഒരു മനസ്സില്ല. നമ്മൾ പണ്ട് ചങ്ങാതിമാരെ കൂടെയൊക്കെ എൻജോയ് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ ചങ്ങാതിമാരിലേക്കൊന്നും പോകാൻ ആളുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഫംഗ്ഷൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കോപ്പി ചെയ്യാനുള്ള കപ്പാസിറ്റി പോയി. ഫുള്ള് നെഗറ്റീവ് കോഗ്നിഷനാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒന്നും പിന്നെ ഇനി ഒന്നും നന്നാവില്ല എന്നൊക്കെയാണ് തോന്നുന്നത്. എന്നിട്ട് നമ്മുടെ ചെറിയ ചെറിയ സ്ട്രെസ്സുകളോട് വരെ നമുക്ക് കോപ്പ് ചെയ്യാൻ കഴിയാതിരിക്കുക. ത്രൈവ് ചെയ്യണമല്ലോ നമ്മൾ നിലനിൽക്കണമെങ്കിൽ, ത്രൈവ് ചെയ്യാൻ പറ്റാണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഫങ്ഷനെ അത് ബാധിച്ചു, ഒരു ഹെൽത്തി ഫങ്ഷനെ ബാധിച്ചു. അപ്പോഴത്തേക്ക് ഡിപ്രഷൻ എന്ന് പറയാം. ജസ്റ്റ് നമ്മുടെ സങ്കടം വന്നു അല്ലെങ്കിൽ വിഷമമായി, അപ്പോഴത്തേക്കൊന്നും വിഷാദം എന്ന് പറയാം. വിഷമവും വിഷാദവും രണ്ട് ടേം തന്നെയാണ്. ഓക്കെ. നമ്മൾ രാത്രിയിലൊക്കെ പലപ്പോഴും നമ്മൾ കുറേ സമയം ഉറക്കമാകാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കും. വീട്ടിലെ ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളാണെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കും. മക്കളെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ആളുകൾ ഉണ്ടാകുന്നത്. ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഈ സ്ട്രെസ്സ് കാരണങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന നമ്മളുടെ ഉറക്ക് കുറേ ലേറ്റാവും. രാത്രി 1 മണിക്ക് 2 മണി വരെ നമ്മൾ ഉറങ്ങാതിരിക്കുകയും അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങുന്നതും രണ്ട് കാരണം. ഇത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ, ഒരു മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്? ഈ സ്ലീപ്പ് ഇപ്പോഴത്തെ ഒരു പാൻഡമിക് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എല്ലാവർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണയായി മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തി. ആളുകളുടെ ഉറക്കക്രമത്തിൽ മാറ്റം വരിക എന്നുള്ളത്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കും. സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും, ഫങ്ഷനിങ്ങിനെ മുഴുവനായിട്ട് അത് ബാധിക്കും. പിന്നെ എങ്ങനെയാണ് സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഓരോ സ്ട്രെസ്സുകളാണ്. ഏത് തരത്തിലാണ് അയാൾ സ്ട്രെസ് എടുക്കുന്നത് എന്നറിയില്ല. അങ്ങനെ അറിഞ്ഞാലേ ഇപ്പോൾ നമുക്ക് അതിനോട് ഇന്ന രീതിയിൽ അതിനെ കോപ്പ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാ സ്ട്രെസ്സുകളോടും കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മെക്കാനിസം ഒന്നുമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുള്ളത് ഇപ്പോൾ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാ സ്ട്രെസ്സിനോടും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ കുടുംബിനികളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇനീക്വാലിറ്റീസൊക്കെ അല്ലേ, ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രെസ്സുകളൊക്കെ അല്ലേ, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു പ്രധാന കാരണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേഴ്സണൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വലിയ സ്ട്രെസ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന കാരണങ്ങളിലൊന്നാണ് ഈ മാരിറ്റൽ ഡിസ്കോർഡൊക്കെ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇണകൾക്കിടയിൽ, കപ്പിൾസിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കപ്പിൾസിൻ്റെ ഇടയിൽ മാത്രമല്ല, ഫാമിലി ഇഷ്യൂസ് ഇല്ല, ഇൻലോസിൻ്റെ ഇടയിലും മറ്റൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ ആയിരിക്കാൻ സ്ട്രെസ്സിന് കാരണം. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത്. അത് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ. നമ്മളുടെ രക്ഷിതാക്കൾ പലപ്പോഴും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജനിച്ചു വീഴുന്നൊരു കുട്ടി വരെ മൊബൈലിൻ്റെ മുന്നിലേക്കാണ് വന്ന് വീഴുന്നത്. ഇത് ഒരു വലിയൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു രക്ഷിതാക്കളോട് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നിടത്ത്, മൊബൈൽ അഡിക്ഷനെ കുറിച്ച് പറയുന്നിടത്ത് എങ്ങനെയാണ് കുട്ടികളെ ഈ രക്ഷിതാക്കൾ നിയന്ത്രിക്കേണ്ടത്? ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്ത് കുട്ടികളെ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയും? മൊബൈൽ അഡിക്ഷൻ്റെ ഇപ്പോൾ ഗൈഡ് ലൈൻസൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര നേരം സ്ക്രീൻ ടൈം പറ്റുമെന്നൊക്കെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകും എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നില്ല, പക്ഷേ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും മൊബൈൽ ഒരാളുടെ കൈ കിട്ടുമ്പോൾ അയാളുടെ സംഭവിക്കുന്ന അയാളുടെ ചെയ്യേണ്ട പണികളൊന്നും ചെയ്യാണ്ട് മാറി നിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ അടുത്ത് കാണുമ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസം കുളിക്കില്ല, കുട്ടിക്ക് സമയം കിട്ടുന്നില്ല. കാരണം മൊബൈലിലാണ് ആ കുട്ടി കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ പഠനത്തിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, പഠിക്കാൻ ഹോംവർക്കുകളോ, അതൊന്നും രസമില്ലാത്ത പരിപാടിയല്ലേ. മൊബൈൽ ഇൻട്രിൻസിക്കലി ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവരും മൊബൈലിലേക്ക് പോകുന്നു. അപ്പോൾ പരമാവധി ടൈം നമ്മുടെ ഗൈഡ് ലൈൻസ് പോലെ നിങ്ങൾ സ്ക്രീൻ ടൈം ചുരുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസാധ്യമായിരിക്കാം. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ സ്ക്രീൻ ടൈം ചുരുക്കുക എന്നുള്ളതാണ്. അതൊരു പ്രൈമറി
എലമെൻ്റായിട്ട് ഓരോ കയ്യിൽ വരരുത്. കുട്ടികൾക്കുള്ളതാണ് മൊബൈൽ എന്നുള്ള രീതിയിൽ വരരുത്. അത് നമ്മൾ അവിടെ അവരുടെ ഹാപ്പിനെസ് നൽകാൻ പറ്റുന്ന മറ്റ് കുറച്ച് ആക്ടിവിറ്റീസോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പഴയ കാലത്തെ പോലെയുള്ള കൂട്ടിന് സംസാരിക്കലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരം എന്ന് തോന്നുന്നു. യെസ്, നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ശ്രദ്ധയാണ്. കുട്ടികൾക്ക് ശ്രദ്ധ കിട്ടണം. കുട്ടികൾക്ക് ശ്രദ്ധ വേണ്ടത് പ്രൈമറി കെയർ ഗീവേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉപ്പ, ഉമ്മ, അതേപോലെയുള്ള ആളുകളുടെ അടുത്തു നിന്നുള്ള ശ്രദ്ധയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ ശ്രദ്ധ കിട്ടുന്ന തരത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ ചെയ്യണം. ഇപ്പോൾ ഫോൺ മാറ്റി വെക്കാം, ഞാൻ കുറച്ച് നേരം മോളുടെ കൂടെ കളിക്കാം, മോൻ്റെ കൂടെ ഞാൻ കളിക്കാം എന്ന് ഉപ്പ പറയുകയാണെങ്കിൽ ഫോൺ മാറ്റി വെച്ചാൽ പറ്റില്ലേ? നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപ്പാക്കും സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ ചില സ്ഥലത്തൊക്കെ അത് വലിയ എക്സ്ക്യൂസുകളാണ്. ഉപ്പ മൊബൈൽ കളിക്കുന്നുണ്ടാവും, കുട്ടിയോട് കളിക്കരുതെന്ന് പറയും. ആ ഒരു സാധനമൊക്കെ വരാറില്ലേ? ഇപ്പം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് കുറേ ടോയ്സൊക്കെ ഉണ്ട് കുട്ടികളുടെ കൂടെ നമുക്കും കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയതൊരു പാമ്പും കോണിയെങ്കിലും നമ്മൾ ഓരോ കൂടെ ഇരുന്നിട്ട് കളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ കഥകൾ പറയാം, കുറേ വർത്തമാനം പറയാം, കുട്ടിയായിട്ടുള്ളൊരു കണക്ഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കുട്ടിക്ക് മൊബൈൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് പിന്നീട് വരുന്നതാണ്. മൊബൈലേ മതിയാവൂ എന്നുള്ളത് പിന്നീട് വരുന്നതാണ്. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് അവർക്ക് വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ശ്രദ്ധയാണെന്നുള്ളതുകൊണ്ട് നമ്മുടെ കൂടെ, നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുള്ള രീതിയിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും ആ ബിഹേവിയറിനെ. അതുപോലെ തന്നെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. വീട്ടിലെ ഉമ്മയുപ്പ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം ഇതായിരിക്കും. അടുത്ത വീട്ടിലെ കുട്ടിയോട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയോട് കമ്പയർ ചെയ്യുന്നു. ഇത് കുട്ടികളെ പലപ്പോഴും ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ പുറകോട്ട് കൊണ്ടുപോകാൻ ചെയ്യാറുണ്ട്. ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? ഇതിന് പകരമായിട്ട് എങ്ങനെയാണ് കുട്ടിയെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപക്ഷെ പാരൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും ഈ കമ്പാരിസൺ എന്നുള്ളത്. ഇപ്പോൾ ഒക്കെ ട്രോളുകളിലൊക്കെ വരാറുണ്ട്. പിന്നെ കുട്ടികൾ തിരിച്ചു ചോദിക്കാറുണ്ട്, അവൻ്റെ വാപ്പ ഡോക്ടറാണ്, നിങ്ങൾ ഡോക്ടറല്ലല്ലോ എന്ന് വാപ്പാനോട് തിരിച്ചും ചോദിക്കാറുണ്ട്. വാപ്പാരെയും ഉമ്മാരെയും കമ്പയർ ചെയ്യാൻ കുട്ടികൾ ഇങ്ങോട്ടും തിരിച്ചടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കമ്പാരിസൺ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് പറയാം. കമ്പയർ ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യുന്നതോടുകൂടി കുട്ടിയെ ഹാൻഡിക്യാപ്പ് ചെയ്യുകയാണെന്നുള്ളതാണ്. നമ്മൾ സൈക്കോളജിയിൽ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആവേണ്ട, പ്രോസസ്സ് ഓറിയൻറ്റഡ് ആവുക. നമ്മുടെ കുട്ടി എത്ര എഫേർട്ട് എടുത്തു, എന്നിട്ട് ആ എഫേർട്ടിനെ നമ്മൾ പിന്നെയും റിവാർഡ് ചെയ്തിട്ട് റീഇൻഫോഴ്സ് ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. മറിച്ച് കുട്ടി എടുത്ത എഫേർട്ടിന് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളതല്ല. കുട്ടി എക്സാം അപ്പിയർ ചെയ്തില്ലേ, കുട്ടി അതൊരു പിന്നെ ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ കുട്ടി ഓടാൻ കൂടിയില്ലേ, നീയും കൂടിയല്ലോ, അത് നന്നായി എന്നുള്ള രീതിയിൽ പ്രോസസ്സിനെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിയിൽ ആത്മവിശ്വാസം കൂടുകയും കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ കുട്ടി നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാ പ്രോസസ്സും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോസസ്സിലും ആ കുട്ടി ഭാഗമാക്കുകയും ചെയ്യും. ചിലപ്പോൾ ആ കുട്ടി ഓടാനായിരിക്കില്ല നല്ലത്, പക്ഷേ ഈ പ്രൊഡക്റ്റ് മോശമായതിൻ്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്തത് കാരണം പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യുമ്പോഴും പേടിയുണ്ടാവും. അപ്പോൾ കുട്ടി ചിലപ്പോൾ നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും കൂടെ ഒഴിവാക്കും. പക്ഷെ പ്രോസസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു രക്ഷിതാവിൻ്റെ കുട്ടിയാകുന്ന സമയത്ത് എല്ലാത്തിലും നോക്കുകയും ഏതിലാണോ അവനക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിലവൻ സ്റ്റിക്ക് ഓൺ ചെയ്യാനും അവനവൻ്റെ കഴിവ്, റിസൾട്ട് നോക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ റിസൾട്ടിനെ കുട്ടിയെടുക്കുന്ന പ്രോസസ്സിനെ, എഫേർട്ടിനെ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. എഫേർട്ടിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതെല്ലാ ബന്ധങ്ങളിലും നോക്കണം. അപ്പം നമ്മൾ വീട്ടിലൊരു കറി ഉണ്ടാക്കി തന്നാൽ കറിയുടെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മളെ ഭാര്യ അതിനെടുത്ത എഫേർട്ടിനും കൂടെ നമ്മൾ അത് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ ഭാര്യമാരും ഉമ്മമാരൊക്കെ കിച്ചണിൽ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവരാണ്. അവർ ജീവിക്കുന്നവരുടെ ഭർത്താവിന്, മക്കൾക്ക്, ഉമ്മാക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരും അപ്പോഴും പലപ്പോഴും അവർക്കുള്ള കഴിവുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫിനെ കുറിച്ച് അവർ പലപ്പോഴും ചിന്തിക്കാത്തവരും കൂടിയാണ്. അപ്പോൾ അവരോട് എന്താണ്, അവരുടെ ഒരു ഇന്നറിലേക്ക് നോക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതും നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഇപ്പം പിന്നെ പഴയതുപോലെ തന്നെ അവർ ഇങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് വീട്ടിലേക്ക് തടയപ്പെടുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിന് സിമ്പിളായിട്ട് ആൻസർ കൊടുക്കാറുള്ളത്, നമ്മളെപ്പോഴും നമ്മളെ സെൽഫ് കെയർ നോക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫിസിക്കലി മെൻ്റലി പറയുമ്പോൾ ഇമോഷണലി ഒക്കെ
അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ നോക്കും, സോഷ്യലി ഒക്കെ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടോ. ഇപ്പം നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഭാര്യ വിചാരിക്കുക. അയാൾ ആ എഡ്യൂക്കേഷനും അയാളുടെ സ്കില്ലും അയാളുടെ നോളജും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു റോൾ അയാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡിപ്രഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാൾ സെൽഫ് കെയർ ചെയ്യേണ്ടത് അയാളുടെ റോളിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക, എൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു മെയ്ഡിന് വെക്കേണ്ടതാണെങ്കിൽ മെയ്ഡിന് വെക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ബെസ്റ്റ്. സെൽഫ് കെയർ എപ്പോഴും നോക്കുക. അല്ല റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യരുത് എന്നല്ല, റിലേഷൻഷിപ്പിനെ ഭർത്താവും ഭാര്യയും ഒക്കെ ഒരേ ഈക്വലായിട്ട് വാല്യൂ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ റോളിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ റീസെൻ്റ്ലി കണക്കുകളൊക്കെ നോക്കും, വിദ്യാർത്ഥികൾക്കകത്ത് ആത്മഹത്യാ പ്രവണത കൂടുന്നുണ്ട്. ഇപ്പോൾ WHO കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷത്തെ ഒരു ആത്മഹത്യാ നിരക്ക് നോക്കുമ്പോൾ 15 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾ 7.2% ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റൊരു കണക്ക് കൂടി നോക്കുമ്പോൾ ടോട്ടൽ മരണപ്പെടുന്ന യുവാക്കളുടെ എണ്ണം എടുക്കുമ്പോൾ അതിൽ 9.1% ആളുകൾ മരണപ്പെടുന്ന ആത്മഹത്യ വഴിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷ പരാജയപ്പെടുമ്പം അതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ലവ് ഫെയിലിയർ വരുമ്പം അതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ആത്മനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നത്? ഈ വിദ്യാർത്ഥികളുടെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം. ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ പരീക്ഷയിൽ തോറ്റതോ അല്ലെങ്കിൽ വേറെ ഒരു കാരണമൊന്നും ആയിരിക്കില്ല. അതിൻ്റെ കൂടെ വേറെയും കുറേ ഇഷ്യൂസ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്, എലമെൻറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചെറിയ ആളുകൾ, യങ്സ്റ്റേഴ്സ്, ഒരു 20-22 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ, അവരൊക്കെ നമ്മളിങ്ങനെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് പിന്നെ നല്ല ലുക്കായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കല്യാണ വീട്ടിലൊക്കെ അവരെ കാണുകയാണെങ്കിൽ ആ കല്യാണ വീട്ടിലെ സ്റ്റാറുകളായിട്ട് അവരിങ്ങനെ അടിപൊളിയായിട്ട് നല്ല കോസ്റ്റ്യൂമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ ഇവരൊക്കെ നമ്മളെ കാണുന്ന സമയത്ത്, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ മനസ്സ് തുറക്കുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ളൊരു വിഷമം നമ്മൾ കേൾക്കാറുണ്ട്. ഈ 22 വയസ്സുള്ള ആളൊക്കെ നാളെ ഞാനെങ്ങനെ ഒരു നിലയിലേക്ക് എത്തുമെന്നൊക്കെ വളരെയധികം ആദി പിടിച്ച് ജീവിക്കുന്ന നമ്മുടെ സ്വന്തം മക്കൾക്കിടയിൽ അങ്ങനെ ആളുകളുണ്ട്. നമ്മുടെ വീട്ടിലെ അനിയന്മാരുടെ ഇടയിലൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭാവി എന്തായിരിക്കും, ഞാൻ ഏത് മേഖലയിലേക്ക് എത്തും. വളരെ കുറഞ്ഞ ആളുകളാണ് കൃത്യമായിട്ട് ഒരു അക്കാഡമിക് പർസ്യൂട്ടിലൊക്കെ പോകുന്നത്. ഞാനിത് പഠിച്ച് ഞാൻ ഭാവിയിൽ എഞ്ചിനീയർ ആവും, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ സൈക്കോളജിസ്റ്റ് ആവും എന്നൊക്കെ. പക്ഷെ മെജോറിറ്റി ആളുകളും അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ ഈ ഒരു സാഹചര്യത്തിൽ പലർക്കും അവരുടെ ഭാവി എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരമില്ല. അപ്പോൾ അത്തരം കുട്ടികളുടെയൊക്കെ ഒരു വിഷമം എത്ര വലുതായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ ഈ ബുള്ളിങ്ങിന് ഇരയാക്കപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ പരീക്ഷയിൽ തോൽക്കാൻ തന്നെ ചിലപ്പോൾ ഒരു കാരണം വേറെ ബുള്ളിങ് ആയിരിക്കും. സോഷ്യലി അവരനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്, അതൊക്കെ ആയിരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനെപ്പോഴും പറയാം, നല്ലൊരു ഓപ്പൺ ഡിസ്കഷൻ നമ്മുടെ കുട്ടികളുമായിട്ട് നമുക്ക് നടത്താൻ പറ്റണം. ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരുടെ കുട്ടികളായിട്ടും മറ്റ് കസിൻസൊക്കെ ആയിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് അവരനുഭവിക്കുന്നൊരു അതിതീവ്രം എന്ന് പറയാം. ഒരു വലിയ അഡൾട്ട് എത്രത്തോളം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ അത്രയൊക്കെ ദുഃഖത്തിലൂടെ ഇവരും കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവരത് പറയുന്നില്ല. ഞാൻ ഇത്ര പ്രയാസത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് പഠിക്കാൻ വരുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ചിലപ്പോൾ നമുക്കത് മനസ്സിലാവാറില്ല. അവർക്ക് തന്നെ അത് പറയാൻ മടിയാണ്. ഇതെല്ലാവർക്കും ഉള്ളതല്ലേ, ഞാനിപ്പോൾ എന്തിനാ പറയണത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോശക്കാരനാവോ? ഒരിക്കലും അല്ല. അവരനുഭവിക്കുന്നൊരു വിഷമം അവർക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ഈ ഡിഗ്രി ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ നിന്നൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി എന്നിട്ട് ഇനി അടുത്തത് എന്തെന്ന് അറിയില്ല, പ്രത്യേകിച്ചൊരു സ്കില്ലും അവർക്കില്ല. അപ്പോൾ ഇപ്പോൾ കടയിലൊക്കെ നിൽക്കാൻ പോകുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകളൊന്നും ആലോചിച്ച് നോക്കും, കടയിൽ നിന്ന് ജീവിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നൊന്നുമില്ല. എൻ്റെ ഭാവി ഇവിടെ തന്നെയാണ്, എന്താ ഉണ്ടാവുകയെന്ന് അവർക്കറിയില്ല. ഗൾഫിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് പറയും ഗൾഫിലൊക്കെ ഇപ്പോൾ സ്കിൽഡായ ആൾക്കാർക്ക് ഓപ്ഷനുള്ളൂ. അപ്പോൾ ആ പ്രതീക്ഷയും കൂടെ മങ്ങിപ്പോവാണ്. ഇവരൊക്കെ അനുഭവിക്കുന്ന അതിതീവ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു പെയിൻ ഉണ്ട്, മെൻ്റൽ പെയിൻ, മെൻ്റൽ ഏക്കണി, സൈക്ക് ഏക്ക് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ഇതൊക്കെ
ആത്മഹത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഘടകമാണ്. ഓരോ മണിക്കൂറിലും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് തന്നെയാണ് ഇന്ത്യയിലെ കണക്ക്. 20-30ഓളം ആത്മഹത്യകൾ ഒരു ദിവസം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആത്മഹത്യാ നിരക്ക് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് എന്നുള്ളതിലേക്ക് ഞാൻ ചുരുക്കുന്നില്ല. പരിഹാരം എന്നുള്ളതിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഈ ആളുകളെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അവരിങ്ങനെ മേലെയുള്ളത് പെരിഫറൽ ലുക്ക് കണ്ടിട്ട് നമ്മൾ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സംഘടനകളൊന്നും തെറ്റായി ധരിക്കരുത്. അവരോട് നമ്മൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്ന്. കുറച്ചും കൂടെ കൈൻഡാവുക നമ്മളെ ആളുകൾ, യങ്സ്റ്റേഴ്സിനോടൊക്കെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സാറ് ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ഒരു കൺസെപ്റ്റ് നോക്കുമ്പോൾ ഒരു ആത്മഹത്യാ പ്രവണതയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ലക്ഷ്യത്തിലാണ് സാറ് ലിസണിങ് കമ്മ്യൂണിറ്റി അതിൻ്റെ ഒരു ഫൗണ്ടർ ലെവലിലേക്ക് എത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യാ പ്രവണത, ഈ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ ലിസണിങ് കമ്മ്യൂണിറ്റിക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങളുടെ ഇതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഈ കുട്ടികൾ ഒരുപക്ഷെ ആളുകളോട് പറയാത്തത് അവരെ ജഡ്ജ് ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും. പിന്നെ അവരെ നന്നായി കേൾക്കുമെന്ന കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഒറ്റ ദിവസം കൊണ്ടല്ല മരണത്തിലേക്കൊന്നും പോകുന്നത്. നിരന്തരമായി ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ എത്രയോ ദിവസം ഉറങ്ങാണ്ടിരുന്ന് ചിന്തിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും മരിക്കാൻ തീരുമാനിക്കുന്നത്. വീട് വിട്ടു പോവുക, അവർക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പറയൂലേ, അവരുടെ ഉമ്മാനെക്കുറിച്ച് ഓർത്തില്ലേ, ഉപ്പാനെക്കുറിച്ച് ഓർത്തില്ലേ, അനിയത്തിയൊക്കെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കരഞ്ഞതിന് ശേഷമായിരിക്കും ഒരു മനുഷ്യൻ മരണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവുക. വേണ്ടപ്പെട്ടവരെ വിട്ടുപോകാൻ ഇത്ര കൊതി ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട് പോയിട്ട്, കുറച്ചൊക്കെ വിവരമുള്ള ഒരാളോട് പോയിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യനില്ല എന്നുണ്ടെങ്കിൽ ലിസണിങ് കമ്മ്യൂണിറ്റിയുടെ നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ അടുത്തുണ്ട് അതിന് പറ്റിയ ആളുകൾ, ഞങ്ങൾ കണക്ട് ചെയ്തോളാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നുള്ള കോൺഫിഡൻസ്, അങ്ങനെ വെറും തോന്നലല്ല, ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്കത് തരുന്നുണ്ട്. അപ്പോൾ ഒരു സംശയവും കൂടാതെ ലിസണിങ് കമ്മ്യൂണിറ്റിയുടെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ ആളുകളോട് നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷുഡ് ലവ് എവരി വൺ ഇൻക്ലൂഡിങ് അസ് എന്നുള്ളതാണ് നമ്മൾ പറയുക. ആ ലവ്, ഞാൻ എപ്പോഴും പറയുന്ന വാക്ക്, ഞാൻ ലവ് തെറ്റിച്ചിട്ടാണ് എഴുതുന്നത്. LUV എന്നാണ് എഴുതുക. വി ഷുഡ് ലിസൺ. നമ്മളെ ലിസൺ ചെയ്യണം. നമുക്ക് എന്തുകൊണ്ടാണ് വിഷമം വന്നിട്ടുള്ളതെന്ന് നമ്മളെ കേൾക്കണം. അതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്തുള്ള ആളുകളെയും നമ്മൾ കേൾക്കണം. അതേപോലെ തന്നെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മളെ മനസ്സിലാക്കണം. ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നമ്മൾ അപ്പുറത്തുള്ള ആളെയും നമ്മൾ മനസ്സിലാക്കണം, വാലിഡേറ്റ് ചെയ്യണം. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് നിരാശ വരാം, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സങ്കടം തോന്നാം എന്ന് നമ്മളെക്കുറിച്ചും, നമ്മൾ ദുർബലനായതുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും മോശം മനുഷ്യനായതുകൊണ്ടൊന്നുമല്ല, പരാജിതനായതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ് എന്ന് നമ്മളെ വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്താലേ LUVE എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് എംപതൈസ് ചെയ്യാനും നമുക്ക് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനും പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരാളെ എംപതൈസ് ചെയ്യുമ്പോഴാണ് അയാൾ ഈ അവസ്ഥയിലൂടെ കടന്നു. അപ്പോൾ അയാൾ ക്രിട്ടിസൈസ് ചെയ്യാതെ, ഹ്യൂമിലേറ്റ് ചെയ്യാതെ, ജഡ്ജ് ചെയ്യാതെ, അയാൾക്ക് ഷെയിം ഇഞ്ചെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ അയാളെ എംപതൈസ് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ പരസ്പരം നമുക്ക് നമ്മളെ മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താം, നമ്മളെ കൂടുതലുള്ള ആളുടെ മെൻ്റൽ ഹെൽത്തും രക്ഷപ്പെടുത്താം. അതാണ് എൻ്റെ ഒരു സജഷൻ. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ പ്രതിസന്ധികളൊക്കെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് സാറ് പറഞ്ഞ ലവ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ കേൾക്കുകയും നമ്മൾ അംഗീകരിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിക്കുകയും ചെയ്താൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകാം. നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളെ കേൾക്കാൻ, നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ സാറുടെ ലിസണിങ് കമ്മ്യൂണിറ്റി എപ്പോഴും കൂടെയുണ്ട്. ആ സാറുടെ ലിസണിങ് കമ്മ്യൂണിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും കൂടി നമുക്ക് സാധിക്കണം.
തീർച്ചയായിട്ടും ഈ ഒരു കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ഈ കൾച്ചർ നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ നമുക്ക് മികച്ച അവസരങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പുതിയ ലോകം തുറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.